നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരം നൽകിയത് മുഖ്യമന്ത്രിയാണ്. ആ കൈകൾ അത്ര ശുദ്ധമായിരുന്നില്ല. മാസപ്പടിയിൽ കൂടുതൽ തെളിവുകൾ നിരത്തി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് പരാതിക്കാരനായ ഷോൺ ജോർജ്. എക്സാലോജിക്കിന്റെ ബാലൻസ് ഷീറ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം ഷോൺ ജോർജ് പൊളിച്ചടുക്കിയത്. വീണയുടെ നിക്ഷേപമായി 1 ലക്ഷം രൂപയും വായ്പയായി കിട്ടിയ 78 ലക്ഷം രൂപയുമാണ് കമ്പനി തുടങ്ങുന്നതിന് ഉപയോഗിച്ചതെന്നും പണമായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട്. ഡയറക്ടറായ വീണയിൽ നിന്ന് തന്നെ എടുത്ത 78 ലക്ഷത്തിന്റെ വായ്പയാണ് യഥാർത്ഥത്തിൽ കമ്പനി മൂലധനമെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി. മാസപ്പടി മാത്രമല്ല, ഇനി മുഖ്യമന്ത്രിയുടെ ഈ പൊള്ളവാക്കുകളെ കൂടെ അന്വേഷിക്കണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഷോൺ ജോർജ്. അതേസമയം മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാർ നീക്കവും ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ROCയുടെയും അന്വേഷണങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെങ്കിലും കേസ് അന്വേഷണം തുടരാമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് ചോദിച്ച കോടതി കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. നിലവിൽ കേസിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. CMRLൽ നിന്ന് 2 ദിവസം നടന്ന പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം KSIDCയിൽ പരിശോധന നടത്തി. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാകുമെന്ന സൂചന പുറത്തുവന്നു. നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ചാണ് വീണയ്ക്ക് കത്തയക്കാനുള്ള സാധ്യത. ഈ സന്ദർഭത്തിൽ എക്സാലോജിക് മുഖേന വീണ വിജയൻ കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ KSIDCയും ഹർജി സമർപ്പിച്ചിരുന്നു. ഇതിന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മറുപടി നൽകാനിരിക്കുകയാണ്. CMRL എക്സാലോജിക് വിവാദ ഇടപാടിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് SFIO കൂടുതൽ വിവരങ്ങൾ തേടിയെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. CMRL സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങൾ SFIO ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ SFIO ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയേക്കുമെന്ന സൂചനയുമുണ്ട്. ഇതിനായി ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്ക് മുറുകുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തം. മുഖ്യമന്ത്രിയുടെ കൈകൾ അത്ര ശുദ്ധമായിരുന്നില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് പരാതിക്കാരനായ ഷോൺ ജോർജ്.